ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് ബൊഹേം സ്പൈറൽ മോഡലിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രോട്ടോടൈപ്പ് ആൻഡ് ഇൻക്രിമെന്റൽ മോഡലൊക്കെ പഠിച്ചു. ഇനി നമുക്കൊരു അടുത്തൊരു സ്പൈറൽ മോഡൽ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്പൈറൽ മോഡൽ അപ്പൊ എന്താണ് അതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന പ്രോട്ടോടൈപ്പ്, പിന്നെ സീക്വൻഷ്യൽ ആയിട്ടുള്ള വാട്ടർഫോൾ മോഡല്, ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് പറയാം. എന്താ പറഞ്ഞാൽ പ്രോട്ടോടൈപ്പ് മോഡലിന്റെയും വാട്ടർഫോൾ മോഡലിന്റെ ഒരു രീതിയൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള രീതിയാണ് ഈ പറയുന്ന സ്പൈറൽ മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതിനൊരു യൂസേജ് ഉണ്ട്. വാട്ടർഫോൾ മോഡലിൽ നമുക്ക് ബാക്ക് ട്രാക്കിംഗ് ഒന്നും പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള, അതായത് മിസ്റ്റേക്സ് ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സംഭവത്തിന്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. അതായത് ഇങ്ങനെ സ്പൈറൽ ഫോമിലാണ് ഇങ്ങനെ പ്രോസസ്സ് ഗോയിങ് ഓൺ ചെയ്യുക. ഒരു റൊട്ടേഷൻ എന്നുള്ള രീതിയിലാണ് പ്രോസസ്സ് ഗോയിങ് ഓൺ ചെയ്യാം. നമുക്ക് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോരോ സ്പൈറലും അല്ലെങ്കിൽ ഓരോരോ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മളെ പ്രൊജക്റ്റിന്റെ ഓരോരോ ഫേസ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ഇപ്പൊ ഫസ്റ്റ് ലൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫീസിബിലിറ്റി സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ്. ഇനി അങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സെക്കൻഡ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ എന്താ റിക്വയർമെന്റ് അനാലിസിസ്. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണോ, നമുക്ക് വിത്തിൻ ടൈമിൽ വിത്തിനൊക്കെ നമ്മളെ എക്കണോമിക് ബാലൻസിൽ നമുക്ക് സംഭവം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റിക്വയർമെന്റ് റിക്വയർമെന്റ് കളക്ഷനിലേക്കല്ലേ പിന്നെ നമുക്ക് പോകേണ്ടത്. അപ്പൊ നമ്മൾ റിക്വയർമെന്റ് കളക്ഷന്റെ ഫേസ് ഇത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീസിബിലിറ്റി കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൂപ്പ് നമുക്ക് റിക്വയർമെന്റ് പ്ലാനിങ് ആണ്. അപ്പൊ പ്ലാനിങ് കഴിഞ്ഞു, അങ്ങനെ റിക്വയർമെന്റ് കളക്ഷൻ ചെയ്യാൻ തുടങ്ങി നമ്മൾ. അപ്പൊ റിക്വയർമെന്റ് കളക്ട് ചെയ്തു. അപ്പൊ ഇതാ കണ്ടോ, ഇവിടെ കണ്ടോ, റിക്വയർമെന്റ് കളക്ട് ചെയ്തു, അതിനെ വാലിഡേറ്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ആ സെക്കൻഡ് ലൂപ്പ് അവിടെ തീർന്നു. ഇനി നമ്മൾ തേർഡ് ലൂപ്പ് ആകുമ്പോഴേക്ക് നമുക്ക് ഇനി എന്താ, റിക്വയർമെന്റ് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനല്ലേടെ ചെയ്യാറ്. അപ്പോൾ ഡിസൈനിന്റെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡിസൈന് ഡിസൈൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങി, അതിനെ പ്ലാൻ ചെയ്തു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ റിസ്ക് ഒക്കെ അനാലിസിസ് ചെയ്തു. അങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നു. ഡിസൈനിനെ വെരിഫൈ ചെയ്തു, വാലിഡേറ്റ് ചെയ്തു. അപ്പൊ ഡിസൈൻ കഴിയുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കോഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ. ഓക്കെ, അത് അതേപോലെ തന്നെ അതിന്റെ പ്ലാനിങ് ഒബ്ജക്റ്റീവ് ഒക്കെ നോക്കി അവസാനം നമ്മൾ കോഡിങ് ചെയ്യുന്നു, ഫൈനലായിട്ട് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നു, പ്രോസസ്സ് നിർത്തുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇവല്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുക വെച്ചാൽ ഒരു ലൂപ്പ് ഒരു ഫേസ് ഓഫ് ദ പ്രൊജക്ട്. അപ്പൊ ആദ്യത്തെ ഫേസ് ഫീസിബിലിറ്റി ആണെങ്കിൽ രണ്ടാമത്തെ ഫേസ് എന്താണ്, റിക്വയർമെന്റ് കളക്ഷൻ ആണ്. മൂന്നാമത്തെ ഫേസ് ഡിസൈൻ ആണ്. നാലാമത്തെ ഫേസ് കോഡിംഗ് ആണ്. പിന്നെ നമുക്ക് ഡീപ്ലോയ് ചെയ്യപ്പെടണം. അപ്പൊ ഓരോരോ ലൂപ്പും ഓരോരോ സ്പൈറലും ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ടിന്റെ ഫേസ് ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ പ്രൊജക്ട് മോഡലാണ്. അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മളിപ്പോ ഈ പറയുന്ന എല്ലാ ലൂപ്പിലൂടെയും കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഏതൊരു പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എവിടെ വെച്ചാണോ തുടങ്ങേണ്ടത് അവിടെ വെച്ച് തുടങ്ങുകയും സ്കിപ്പ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ മോഡലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഈ മോഡൽ യൂസ് ചെയ്യുന്നത് ഹൈ റിസ്ക് ഉള്ള പ്രൊജക്റ്റുകൾക്കാണ്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് റിസോഴ്സിനെ കളക്ഷനൊക്കെ കുറെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ള, അതായത് നമ്മൾ എപ്പോഴും റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ല പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ അതാണ് ഏറ്റവും വലിയ റിസ്ക്. യൂസർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് തന്നെ പുറത്തേക്ക് ഇറക്കണം. അപ്പൊ അതല്ല ആയി വരിക അവസാനം. അപ്പൊ ഈ ഒരു അത്രയും കുറച്ച് റിസ്ക് കൂടുതലുള്ള പ്രൊജക്റ്റുകൾക്കാണ്, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്കാണ് നമ്മൾ സാധാരണ സ്പൈറൽ മോഡൽ യൂസ് ചെയ്യാറ്. അപ്പൊ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മൈൻഡിൽ കീപ്പപ്പ് ചെയ്യേണ്ടത്, ഇത് റിസ്ക് അസസ് ചെയ്തിട്ട് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രൊജക്ട് മോഡലാണ്. റിസ്ക് കൂടുതലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് സ്പൈറൽ മോഡൽ നമ്മൾ ഉപയോഗിക്കുക. ഞാൻ ഈ സ്പൈറൽ മോഡലിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു സ്പൈറൽ മോഡൽ എന്ന് പറയുമ്പോൾ ഓരോരോ ലൂപ്പ് എന്ന് പറയുന്നത് ഓരോരോ ഫേസസ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ മോഡലിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള ഓരോരോ ഫേസ്, ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്, ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് കൺസ്ട്രെയിൻസ് എന്നാണ്. അതായത് ആദ്യത്തെ പരിപാടി, ഇപ്പൊ നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡിയാ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്താണ്
ഔട്ട്പുട്ട് ഏകദേശം എന്തായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ്, പിന്നെ നമുക്ക് അതിൻ്റെ വേണ്ട കൺസ്ട്രെയിൻസ്, അതിൻ്റെ റൂൾസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് എന്ന് വെച്ചാൽ നമുക്ക് അത് അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാ ഫേസിലും, ഇപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് മാത്രമല്ല, ഇപ്പം നമ്മൾ റിക്വയർമെന്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്തും റിക്വയർമെന്റ് എന്തൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യണം, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്കത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് അവിടെ വരുന്ന ലിമിറ്റേഷൻ എന്താണ്. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഡിസൈൻ കൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ് അത് ചെയ്യാനുള്ള രീതികൾ, നമുക്കത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രെയിൻസ്, അതായത് അതിൻ്റെ അവിടെ വരുന്ന ലിമിറ്റേഷൻസ് കാര്യങ്ങൾ, അങ്ങനെ ഓരോരോ ഫേസിലും അതിൻ്റെ കറസ്പോണ്ടിങ്ങിലായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്, ഓൾട്ടർനേറ്റീവ്, കൺസ്ട്രെയിൻ, അങ്ങനെയാ വരിക. ഇനി അടുത്ത ഫേസ് നോക്കിയപ്പം ഇത് പാർട്ട് നോക്കിയ സമയത്ത് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഇവാലുവേറ്റ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഒക്കെ ഡെവലപ്പ് ചെയ്തു, കൺസ്ട്രെയിൻസ് ഒക്കെ ഓക്കെ ആയി, നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് എത്തി. നമ്മൾ എന്ത് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്ത ഓൾട്ടർനേറ്റീവ്, നമ്മൾ എടുത്ത മെത്തേഡ്സിനെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി അതൊന്ന് ഐഡന്റിഫൈ ചെയ്തു, അതിൻ്റെ റിസ്ക് ഒക്കെ ഐഡന്റിഫൈ ചെയ്തു, അതിൻ്റെ റിസ്ക് റിസോൾവ് ചെയ്തു. കാരണം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ആ രീതിക്ക് അതിൻ്റെതായ റിസ്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഡാറ്റ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ഒക്കെ നമ്മൾ സോൾവ് ചെയ്തെടുത്തു. അപ്പോൾ സോൾവ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പ്, അതായത് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡെമോ മോഡലാണ് നമ്മൾ പറഞ്ഞതല്ലേ, ആ ഡെമോ മോഡൽ ഇറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോരോ ഫേസ് കഴിഞ്ഞാലും ആ ഫേസിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയ്ക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെമോ മോഡൽ നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്, യൂസറിന്റെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു സിമുലേറ്റർ മോഡൽ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത്. അത് സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആക്ച്വൽ സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുന്നതല്ലേ. അപ്പോൾ അതേപോലെയുള്ള ഒരു സിമുലേറ്റർ ആണ് ഈ പ്രോട്ടോടൈപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ട് അവിടെ സ്റ്റഡി നടത്തുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഫേസ് പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നാലാമത്തെ ഭാഗത്തേക്ക് വരുന്നത് എന്താണ്, ഡെവലപ്പ്, വെരിഫൈ ആൻഡ് നെക്സ്റ്റ് ലെവൽ പ്രൊഡക്റ്റ്. അപ്പോൾ അതായത് മൂന്നാമത്തെ ഭാഗത്തായിട്ട് വരുന്നത് ഈ ഈച്ച് ഫേസിന്റെ കേസിലും അവിടെ നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ റിസ്ക് അനാലിസിസ് ചെയ്തു, അതിനെ ബേസ് ചെയ്ത് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. ആ പ്രോട്ടോടൈപ്പിന്റെ ഫീഡ്ബാക്ക് കിട്ടുമല്ലോ അതാത് ഫേസുകളിൽ നിങ്ങൾക്ക്. ആ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതാത് ഫേസ് കംപ്ലീറ്റ് ചെയ്യും. ഏത് ഇതില് ഡെവലപ്മെന്റ്, വെരിഫിക്കേഷൻ ആൻഡ് നെക്സ്റ്റ് ലെവലിന്റെ ഭാഗത്ത് ആ ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ പിന്നെ ആ ഫേസ് കംപ്ലീറ്റ് ആയല്ലോ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫേസിന്റെ പ്ലാനിങ്ങിലേക്ക് പോകും. ഇപ്പൊ ഫീസിബിലിറ്റി സ്റ്റഡി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ബേസ് ചെയ്തിട്ട് അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന റിസ്കുകൾ അനാലിസിസ് ചെയ്യുക. ആ റിസ്കിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഒരു പിന്നെ ഡെമോ മോഡൽ, അതായത് മറ്റുള്ളവർക്ക് വിഷ്വലൈസ് ചെയ്തിട്ടും അതിനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആക്ടിവിറ്റീസ് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിനാണ് ഡെമോ മോഡൽ എന്ന് പറയുന്നത്. ഒരു ഡെമോ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഡെമോ മോഡൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫീസിബിലിറ്റി, അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആവും. ആ ഫീസിബിലിറ്റി സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുന്നു. ആ കംപ്ലീറ്റ് ചെയ്ത ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ റിക്വയർമെന്റ് പ്ലാനിങ് ചെയ്യാൻ പോകുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് റിക്വയർമെന്റ് കളക്ഷന് ചെയ്യാം. അപ്പോൾ റിക്വയർമെന്റ് കളക്ഷനെ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് എൻ്റെ പ്ലാനിങ് മേക്ക് ചെയ്യണം. അതായത് റിക്വയർമെന്റ് നമുക്ക് പല രീതിയിൽ കളക്ട് ചെയ്യാലോടാ. അപ്പോൾ അത് ഏതൊക്കെ രീതി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നത്, അപ്പോൾ ഓരോരോ രീതി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ സാധനവും. ഇനി അത് എത്ര പേരിൽ നിന്നാണ് നമ്മൾ ആ റിക്വയർമെന്റ് കളക്ഷൻ എടുക്കുന്നത്, എങ്ങനെയൊക്കെയുള്ള റിലേറ്റ് ചെയ്ത്, ഇപ്പോൾ രീതികൾ പലതല്ലേ, നമുക്ക് ത്രൂ ഫോണ്, ത്രൂ മീറ്റിംഗ്സ്, ഇനിയിപ്പം ത്രൂ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ നമുക്ക് എഴുതിക്കൊണ്ടും വായിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിക്വയർമെന്റ് കളക്ഷൻസ് എടുക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെ മോഡലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് പ്ലാനിങ് ഉണ്ടാവണം. ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ റിക്വയർമെന്റ് കളക്ഷൻ ചെയ്യുന്നതിൻ്റെയോടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്, അതിന് ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്സ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ആ റിക്വയർമെന്റ് കളക്ഷൻ ചെയ്യുന്നതിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന റിസ്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ആ റിക്വയർമെന്റ് കളക്ഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ്, ഒരു ഡെമോ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഡെമോ മോഡലും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിക്വയർമെന്റ് കളക്ഷൻ മേക്ക് ചെയ്തു. ആ മേക്ക് ചെയ്ത റിക്വയർമെന്റ് കളക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അതിനെ വാലിഡേറ്റ് ചെയ്യുന്നു. അതായത് എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു.
ഇനി അങ്ങനെ റിക്വയർമെന്റ് കളക്ഷൻ തീർന്ന സ്ഥിതിക്ക് നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്മെന്റ് പ്ലാനിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതായത് നമുക്ക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഇനി അടുത്ത ഡിസൈൻ ചെയ്താലേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡിസൈൻ പ്ലാനിലേക്കാണ് പോവുക. അപ്പൊ നമ്മൾ നേരെ ഡിസൈനിന്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാനിങ് മേക്ക് ചെയ്തു. അപ്പൊ ഡിസൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് എന്താണ്, അതിനുള്ള യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ ആ ഡിസൈനിൽ വരുന്ന റിസ്കുകൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നു, റിസോൾവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നു, ഡെമോ വെർഷൻ. അതായത് ഇപ്പം നമ്മൾ റിക്വയർമെന്റ് ഫീസിബിലിറ്റി ഒക്കെ നടത്തി ഈ പറയുന്ന ഡിസൈനൊക്കെ അനലൈസ് ചെയ്തതിന്റെ ബേസ് ചെയ്ത് ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു, ആ മോഡൽ പുറത്തിറക്കുന്നു. ആ മോഡൽ വെച്ച് വേണം ബാക്കിയുള്ള ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ഡിസൈൻ നമുക്ക് സബ്മിറ്റ് ആക്കാനും. ആ പ്രൊഡക്റ്റ് ഡിസൈൻ പിന്നെ നമ്മൾ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ചെയ്യും. അപ്പോൾ ഈ സംഭവം വെരിഫിക്കേഷനും വാലിഡേഷനും ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കറിയാം എല്ലാ ഡിസൈൻ ഫേസിന്റെ കൂടെയും നമ്മൾ എപ്പോഴും ടെസ്റ്റിംഗ് പ്ലാന് ക്രിയേറ്റ് ചെയ്യും. കോമ്പണന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ യൂണിറ്റ് ടെസ്റ്റിംഗിന്റെ പ്ലാന് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ ഇന്റഗ്രേഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേഷന്റെ ടെസ്റ്റിംഗ് പ്ലാന് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഇനിയിപ്പോൾ കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ് അല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ് പ്ലാൻ നമ്മൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ പറയുന്ന കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്, ഓൾട്ടർനേറ്റീവ്, കൺസ്ട്രെയിൻസ് ഉണ്ടാക്കും. എന്നിട്ട് ആ ഒരു പ്രോസസ്സിന്റെ ടൈമിൽ റിസ്ക് അനാലൈസ് ചെയ്യാം. പിന്നെ ഒരു ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഏകദേശം ഡിസൈൻ അടക്കം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഏകദേശം അത്യാവശ്യം വർക്കിംഗ് മോഡൽ ആയിട്ടുള്ള തന്നെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവും. അപ്പൊ ഇത് യൂസർക്ക് ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള യൂസർക്ക് കൊടുക്കുകയും അവരെടുക്കുന്ന ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുകയും ചെയ്യും ആ സിമുലേറ്റിംഗ് മോഡൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഓരോരോ കോമ്പണൻസും വളരെ കാരണം ഇപ്പോൾ എത്രയോ 4 തവണ നമ്മൾ റിസ്ക് അനാലിസിസ് ചെയ്തു, 4 ഡിഫറെന്റ് പ്രോട്ടോടൈപ്സ് പുറത്തേക്ക് ഇറക്കി, അതിന്റെ എല്ലാം ഫീഡ്ബാക്സ് നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഓരോരോ കോമ്പണന്റിനെ പറ്റിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈനിങ് ഇതിലേക്ക് പോകാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഡെമോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നമുക്ക് ഏറ്റവും കുറവ് മനസ്സിലായ ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഡെമോ വേർഷൻസ് പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ഡിസൈൻസ്, അതായത് ഇനിയിപ്പോൾ ഫൈനൽ ഡിസൈനിങ് ആണ്, കംപ്ലീറ്റ് കോമ്പണൻസിന്റെ ഡീറ്റെയിൽ ഡിസൈനിങ് മേക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ ഡീറ്റെയിൽ ഡിസൈനിങ് യൂസ് ചെയ്ത് കോഡ് ചെയ്യും. കോഡ് ചെയ്ത് ഓരോരോ കോമ്പണന്റും നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുന്നു. യൂണിറ്റ് ടെസ്റ്റ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും കമ്പൈൻ ചെയ്ത് ഇന്റഗ്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നു. ഇന്റഗ്രേഷൻ ടെസ്റ്റും ഓക്കെയാണ്. അപ്പൊ എല്ലാ സിസ്റ്റത്തിലും എല്ലാ കോമ്പണൻസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഫൈനൽ സിസ്റ്റം കിട്ടും. അപ്പൊ ഫൈനൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ ആക്സെപ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്, അതായത് ആൽഫ ടെസ്റ്റും ബീറ്റ ടെസ്റ്റും. അപ്പൊ ആ 2 ടെസ്റ്റും ചെയ്യുന്നു. അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സംഭവം ഡിപ്ലോയ് ചെയ്യുന്നു അല്ലെങ്കിൽ സർവീസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ സ്പൈറൽ മോഡലിന്റെ ഒരു ഓവറോൾ വർക്കിംഗ്. ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നത്. ഓക്കെ, എങ്ങനെയാണ് പ്രോസസ് ഗോയിങ് ഓൺ ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ബേസിക്കലി നമുക്ക് നോട്ട് ചെയ്യേണ്ടത് 4 പോയിന്റ്സ് ആണ്. 4 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, 4 ഫേസ് പോലെ. അപ്പോൾ പ്രൊജക്ട് ഫേസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, 4 ഭാഗങ്ങൾ ഓഫ് ദ സ്പൈറൽ മോഡൽ, 4 ഫേസസ് ഓഫ് ദ സ്പൈറൽ മോഡൽ എന്ന് പറയാം. അതെന്ന് വെച്ചാൽ ഒബ്ജക്ട് സെറ്റിംഗ് ആണ് ഒന്നാമത്തത്. അവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുന്നു, കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുന്നു, റിസ്ക് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു. അടുത്തെന്ന് വെച്ചാൽ റിസ്ക് അനാലിസിസ് ആൻഡ് റിസോൾവിംഗ് ഫേസ് ആണ്, അല്ലെങ്കിൽ അസസ്മെന്റ് ആൻഡ് റിഡക്ഷൻ ഫേസ് ആണ്. അവിടെ നമ്മൾ ഓരോ റിസ്ക്കും അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ റെഡ്യൂസിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്യുന്നു. അടുത്തത് ഡെവലപ്മെന്റ് ആൻഡ് വാലിഡേഷൻ ആണ്. ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ബേസ്ഡ് അപ്പോൺ ദ പ്രീവിയസ് സ്റ്റഡി നമ്മളൊരു പ്രോട്ടോടൈപ്പിക് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് മോഡലും അതുപോലെ റിസ്ക് അനാലിസിസിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫേസ്, അതായത് നമ്മളെ പ്രൊജക്ട് ഫേസ് ഏതാണെന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്യുന്നു, ആ ഫേസ് വാലിഡേറ്റ് ചെയ്യുന്നു. അതിപ്പോൾ റിക്വയർമെന്റ് ആണെങ്കിൽ റിക്വയർമെന്റ് ഫേസ് ഡെവലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യുക, ഡിസൈൻ ആണെങ്കിൽ ഡിസൈൻ ഫേസ് ഫിനിഷ് ചെയ്തിട്ട് വാലിഡേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നു. ഇനി അടുത്തതെന്ന് വെച്ചാൽ പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ് എന്ന് വെച്ചാൽ അടുത്ത ഫേസിന് നമ്മൾ നെക്സ്റ്റ് ഫേസിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പ്രോസസ്സ് ഗോയിങ് ഓൺ ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ആണ്. അത് നമുക്ക് തന്നെ
ഡിസൈൻ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത് ഒന്നാമത്തെ വെച്ചാൽ പ്രോട്ടോടൈപ്പ് മോഡൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏർലി പ്രൊഡക്റ്റ് സോഫ്റ്റ്വെയറിനെ നമുക്ക് യൂസർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. രണ്ടാമെന്ന് വെച്ചാൽ ഹൈലി റിസ്ക് ഉള്ള പിന്നെ പ്രൊജക്റ്റുകൾക്ക് റിസ്ക് ഹാൻഡിലിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. നമുക്ക് വെച്ചാൽ റിക്വയർമെന്റ് ഒക്കെ നമ്മളിങ്ങനെ ആ ഫേസിൽ പ്ലാനിങ്ങും ഒബ്ജക്റ്റീവിലൊക്കെ കൂടെ വീണ്ടും വീണ്ടും കറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും റിക്വയർമെന്റ് മിസ്സായാലും നമുക്ക് റീകലക്ട് ചെയ്യാൻ പറ്റും. ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രൊജക്റ്റിനാണ് കൂടുതൽ ഉപയോഗം. പക്ഷേ ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ ഇതേപോലെ തന്നെ ഇത് സംഭവം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം വെച്ചാൽ കുറേ ഫേസസിലൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ടൈം കൺസ്യൂമിങ്ങും ആണ്, അതേപോലെ തന്നെ എക്സ്പെൻസീവും ആണ്. പിന്നെ മോർ കോംപ്ലക്സ് മോഡലാണ്. അപ്പോൾ നമുക്ക് വെച്ചാൽ പെട്ടെന്ന് അനലൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോംപ്ലക്സ് മോഡൽ തന്നെ, സ്പൈറൽ മോഡൽ തന്നെ കുറച്ച് കോംപ്ലക്സ് ആണ്. പിന്നെ വെച്ചാൽ കൂടുതലായിട്ട് റിസ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സാധനം മുന്നോട്ടേക്ക് പോകുന്നത്. ലോ റിസ്ക് പ്രൊജക്റ്റിന് ഇത് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പൈറൽ മോഡലിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഹോപ്സോ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്ന്. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കേൾക്കുക. ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണം. എല്ലാ കൊല്ലവും അത്യാവശ്യം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ.